കന്യാസ്ത്രീകൾ അറസ്റ്റിലായതിൽ ബിജെപിക്കെതിരെ പ്രത്യക്ഷ പ്രതിഷേധത്തിന് തന്നെയാണ് കത്തോലിക്ക സഭ തെരുവിലേക്ക് ഇറങ്ങുന്നു എന്ന് പറയാം. വൈകിട്ട് വായ് മൂടിക്കെട്ടി രാജ്ഭവനിലേക്ക് മാർച്ച് നടത്തുകയാണ്. സിറോ മലബാർ, ലത്തീൻ, മലങ്കര സഭകളുടെ നേതൃത്വത്തിൽ നടക്കുന്ന പ്രതിഷേധത്തിൽ വൈദികരും വിശ്വാസികളും ഉൾപ്പെടെ പങ്കെടുക്കും. ടി വി പ്രസാദ് ചേരുന്നു. പ്രസാദ്, ബജ്രംഗ് ദൾ തെരുവിൽ ഭീഷണിപ്പെടുത്തുമ്പോൾ തെരുവിലിറങ്ങി തന്നെ പ്രതിഷേധിക്കാം. ബിജെപിയുടെ ചായ സൽക്കാരം ഇനി വേണ്ട, നീതി കിട്ടിയിട്ട് മതി എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെയാണ് ക്ലിമീസ് ബാവെ ഉൾപ്പെടെയുള്ളവർ തെരുവിലിറങ്ങി ഇന്നിപ്പോൾ പ്രതിഷേധിക്കാൻ പോകുന്നത്, അല്ലേ? ഉറപ്പായും വിനീത, അതിശക്തമായ പ്രതിഷേധമാണ് തിരുവനന്തപുരത്ത് ഇന്ന് നടക്കാൻ പോകുന്നത്. വൈകിട്ട് 4 മണിക്ക് പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് തുടങ്ങി രാജ്ഭവനിലേക്കാണ് മാർച്ച് എന്നാണ് സഭാ നേതൃത്വങ്ങൾ അറിയിച്ചത്. വൈകിട്ട് 4 മണിക്ക് കൃത്യമായി തന്നെ തുടങ്ങുന്ന രീതിയിലാണ് ക്രമീകരണം. വലിയ പങ്കാളിത്തം ഉറപ്പുവരുത്താനുള്ള ശ്രമം 3 സഭകളുടെയും നേതൃത്വത്തിൽ നടന്നിരുന്നു. നമുക്കറിയാം, ഇന്നലെ ആലോചനാ യോഗം നടന്നു. ആലോചനാ യോഗത്തിന്റെ ഭാഗമായാണ് ഇങ്ങനൊരു തീരുമാനത്തിലേക്ക് വരികയും ചെയ്തത്. നേരത്തെ വിനീത സൂചിപ്പിച്ചതുപോലെ ലത്തീന്, അതുപോലെ മലങ്കര, സീറോ മലബാർ, ഈ 3 സഭകളുടെ നേതൃത്വത്തിലാണ്. അതുകൊണ്ട് ലത്തീൻ രൂപതയുടെ ആർച്ച് ബിഷപ്പ് തോമസ് ജെ നെറ്റോ, അതുപോലെ മലങ്കര ആർച്ച് ബിഷപ്പ് ക്ലിമീസ് കാത്തോലിക്ക ബാവ തുടങ്ങിയവർ നേതൃത്വം നൽകുന്ന സമരമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ വലിയ ജനപങ്കാളിത്തം പ്രതീക്ഷിക്കുന്നുണ്ട്. വിശ്വാസി സമൂഹം കൂട്ടത്തോടെ പങ്കെടുക്കും എന്നാണ് അവരുടെ പ്രതീക്ഷയും. അതിശക്തമായ വിമർശനവും പ്രതിഷേധവുമാണ് ബിജെപിക്കെതിരെയും കേന്ദ്ര സർക്കാരിനെതിരെയും സഭാ നേതൃത്വം കഴിഞ്ഞ ദിവസങ്ങളിൽ ഉയർത്തിയത്. നമ്മൾ കണ്ടതാണ്. ക്ലിമീസ് കാത്തോലിക്ക ബാവ, അതുപോലെ ലത്തീൻ രൂപതയുടെ വികാരി ജനറൽ സെക്രട്ടറി കൂടിയായ യൂജിൻ പെരേര ഉൾപ്പെടെയുള്ളവർ ശക്തമായ ഭാഷയിലാണ് ഇതിനെ വിമർശിച്ചതും ഒപ്പം പ്രതിഷേധിക്കുകയും ചെയ്ത് സമീപകാലത്തൊന്നുമില്ലാത്ത രീതിയിലുള്ള വലിയ പ്രതിഷേധം സഭാ നേതൃത്വത്തിന്റെ ഭാഗമായി നഗരത്തിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ് വിനീത.